ബോധത്തോടുകൂടെ ഇരിക്കുക. എന്താ ബോധം? ബോധം എന്താണ്? ഈ ദുനിയാവിൽ എന്തിലേക്കാണോ അള്ളാഹു ഖൽബ് നൽകിയത് അതിലേക്ക് ഖൽബിനെ തിരിച്ചു വെക്കണം. എന്തിലേക്കാണ് കണ്ണ് നൽകിയത് അതിലേക്ക് കണ്ണിനെ തിരിച്ചു വെക്കണം. എന്തിലാണ് റൂഹിനെ തന്നത്? ആ റൂഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുകളിൽ നിന്ന് ഇറക്കിയ അത്ഭുതകരമായ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് റൂഹ്. ആ റൂഹ് വളരെ ശ്രദ്ധിക്കണം. ഒരു സാധനം നന്നാവുന്നതിനനുസരിച്ച് അതിന്റെ കേസും ഭംഗിയാവും, അതിന്റെ ശുദ്ധീകരണത്തിനും ഭംഗിയാവും. ചെലവ് കൂടും, കഷ്ടപ്പാട് കൂടും. മാരുതി 800 എൻ്റെ വണ്ടിയെങ്കിൽ, മാരുതി 800 ആണ് വണ്ടിയെങ്കിൽ, ഒരു മോട്ടോർ സൈക്കിൾ വന്ന് കുത്തിയിട്ട് ലേശം അതിന്റെ പെയിന്റ് പോയാൽ അത് എവിടെയെങ്കിലും കൊണ്ട് 500 രൂപയാണ് തീരും. 500 രൂപയുണ്ട് അത് തീർന്നിരിക്കും. ഇന്ന വേണമെങ്കിൽ അതിന് 10 രൂപ ഉണ്ട്, 10,000. ഫോർച്യൂണർ ആണെങ്കിലോ ഒരു 15 രൂപ വേണ്ടി വരും. ബെൻസ് ആണെങ്കിലോ ഒരു 30-35 രൂപ കണക്ക ഒരു ചാരലിന്. 500 രൂപ തീർന്ന കേസാണ്. എന്തുണ്ടായിട്ടുള്ളൂ? എന്ത്? ഒരു മോട്ടോർ സൈക്കിൾ വന്നിട്ട് നമ്മൾ കാറിന് കുത്തി. കാറ് 800 മാരുതി 800. മാരുതി 800 പഴയ ഒരു 2007 മോഡൽ, 6 മോഡൽ, 5 മോഡൽ മാരുതി 800 കണ്ണ് മോട്ടോർ സൈക്കിൾ കുത്തി പെയിന്റ് പോയാൽ അത് 500 രൂപ കൊണ്ട് തീരണ കേസാണ്. അതിന് വലിയൊരു എഞ്ചിനീയറിംഗ് ആവശ്യമില്ല. വർക്ക്ഷോപ്പ് കൊണ്ടുപോയപ്പോൾ പെയിന്റിന്റെ ആളവിടെ അല്ല. അപ്പൊ തൊട്ടടുത്ത് പെട്ടിപ്പീടി നടത്തണ ഓനുണ്ട്. ഓനോട് പറഞ്ഞു ആയിക്കോട്ടെ, ഓനത് അടിച്ചു കൊടുക്കുക, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പെട്ടിപ്പീടിയിൽ ചായ കൊടുക്കും, ചായയും എന്താ പറയാ സമൂസയും കൊടുക്കണവന് തൽക്കാലം കസ്റ്റമർ ഇല്ലാത്ത നേരത്തും എന്ത് ചെയ്യാ, ഇതിനടിച്ചു കൊടുക്കുക. അതേ സമയത്ത് ഇന്നോവയിലാണ് ചാരിയെങ്കിൽ ഒരു 10 രൂപ പോകും. ഫോർച്യൂണർ ആണെങ്കിൽ 15 പോയി. ബെൻസ് ആണെങ്കിൽ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? എന്തുകൊണ്ട്? വില കൂടുന്നതിനനുസരിച്ച് പരിക്ക് കൂടും. പരിക്ക് പരിഹരിക്കാൻ ചെലവ് കൂടും. ഈ ലോകത്തെ ഏറ്റവും വിലയുള്ളതാണ് റൂഹ്. നിങ്ങളുടെ ചാ ഇതൊക്കെ മാരുതി 800. മനസ്സിലായില്ലേ? നിനക്ക് ചെറിയ പരിക്കുള്ളൂ. പരിക്ക് ഇത് പരിക്ക് പറ്റിയാൽ ഏത് മോഹൻദാസിനും ഇത് ശരിയാക്കാൻ കഴിയും. ഇതിന് പരിക്ക് പറ്റിയാൽ സാധാരണ മൂല്യർക്ക് പരിഹരിക്കാൻ കഴിയില്ല. ഇതിന് പരിക്ക് പറ്റിയാൽ ഒരു ആരിഫിനല്ലാതെ പരിഹരിക്കാൻ കഴിയില്ല. അത് വളരെ അപൂർവം സാധനമാണ്. ആരിഫറാണ്. ഇനി നിങ്ങളെ ചിന്തിക്കണം. ഇനി റൂഹിനാണെങ്കിലോ, റൂഹിനാണെങ്കിൽ പറയും വേണ്ട, വലിയ പണിയെടുക്കണം. മനുഷ്യനിപ്പോ എന്താ സംഭവിച്ചേ എന്നാൽ ആഖിറത്തിനെ പറ്റി ചിന്തയില്ല. ആർക്കില്ല? പലർക്കും ഇല്ല. അതിലാരുണ്ട്? വലിയൊരു ശതമാനം മൂല്യന്മാരുണ്ട്. ആഖിറത്തിനെ പറ്റി ചിന്തയില്ല. വലിയ വലിയ നീണ്ട താടിക്കാർ അവിടെ നിന്ന് തൽക്കാലം ഒന്ന് കവന്ന് ഉരുണ്ടാൽ മുറ്റത്ത് വേണമെങ്കിൽ എന്താ പറയാ മാച്ചിലുപയോഗിക്കണ്ട, ചൂലുപയോഗിക്കണ്ട. അതിന് മാത്രം ചൂല് പോലെ താടിയുള്ള മൂല്യന്മാരിൽ വലിയൊരു ശതമാനത്തിനും ആഖിറത്തിനെ ചിന്തയില്ല. നിസ്കാരത്തിന് ചിന്തണ്ട്, ആഖിറത്തിന് ചിന്തയില്ല. ഇതിനെതിരെ നിങ്ങൾ ഇനി എല്ലാവരും കൂടിയിട്ട് എനിക്കെതിരെ യുദ്ധം ഉണ്ടാക്കണ്ട. യുദ്ധം ഉണ്ടാക്കിയാലും എന്റെ പിരാണ്ട് അവസാനിക്കാൻ പോണില്ല. ഇവിടെ ഒരാൾ അന്ധനാണെങ്കിൽ അവിടെയും അയാൾ അന്ധനായിരിക്കും. മനുഷ്യനൊരു ബോധന, അടിസ്ഥാന ബോധന. ഏട്ടത്തെയും കുട്ടികളും, മനസ്സിലായില്ലേ? ഏട്ടത്തെയും കുട്ടികളും വീട്ടിലേക്ക് വിരുന്ന് വന്നപ്പോൾ ഉമ്മ ഇവിടുന്ന് അനുജത്തിക്ക് ഫോൺ ചെയ്തു. ഓൾ പാർക്കണം, ഓളെ ഭർത്താവിന്റെ വീട്ടിൽ ആയിരിക്കവേ, എടീ കുഞ്ഞാളെ എൻ്റെ എത്താത്ത കുഞ്ഞാൾ വന്നിട്ടുണ്ട്, കുട്ടികളും ഇതൊന്നും വരുന്നില്ലേന്ന് ചോദിച്ചു. അവൾക്ക് അപ്പോൾ വരാൻ പറ്റിയ ദിവസമല്ല, അവൾ മിഞ്ഞാന്ന് വന്ന് പോയിട്ടേ ഉള്ളൂ. പക്ഷേ എന്ത് ചെയ്ത് ഏട്ടത്തെയും കുട്ടികളെയും ഉമ്മാന്റെ സാന്നിധ്യത്തിൽ തറവാട്ട് വീട്ടിൽ വെച്ച് കാണുക. കാരണം അതൊരു ഇമ്പമുള്ള സംഗതിയാണ്. ബിരിയാണിന്റെ ആവശ്യമല്ല. ഏട്ടത്തിനെ പോലെ കാണും. അപ്പൊ ആരെ സാന്നിധ്യം ഉണ്ടാവില്ല?
ഉമ്മാൻ്റെ സാധ്യത ഒരു സാന്നിധ്യം. അപ്പോൾ പലതും ഉണ്ടാവും. ചിലപ്പോൾ മരിച്ചിട്ട് ചെയ്യേണ്ട കാര്യം വരെ ഇതിൽ വസിയത്ത് ചെയ്യും. മരിച്ചിട്ട് പിന്നെ മറവിയതിന് മുമ്പ് വേണമെങ്കിൽ ഈ ഏട്ടത്തി അഞ്ചത്തി ഇത് പറയും, അന്ന് ഞങ്ങൾ രണ്ടാളും ഉണ്ടാവും മേത്ത് അങ്ങനെ പറഞ്ഞിരുന്നു. മനസ്സിലായോ പറഞ്ഞത്? അതിനു വേണ്ടി അവളൊന്ന് പാഞ്ഞു വരും. അവൾക്ക് സ്കൂളിലേക്ക് കുട്ടികളെ അയച്ചിട്ട് പോകുന്നതാണ്. പെട്ടെന്ന് തിരിച്ചു പോകണം. ഭർത്താവ് 2-2:30 മണിയാകുമ്പോഴേക്കിന് പണി കഴിഞ്ഞു വരും. അപ്പോഴത്തേന് തിരിച്ചെത്തണം. ഒരു 11 മണിക്കാണ് വന്നത്. മനസ്സിലായില്ലേ? ഈ 11 മണിക്ക് വന്ന ഇവള് ഏട്ടത്തിനോട് സംസാരിക്കും, ഉമ്മാനോട് സംസാരിക്കും, കുട്ടികളെ പിടിച്ച് നാറ്റും മുത്തും ഒക്കെ ചെയ്യും. പക്ഷേ ശ്രദ്ധ എപ്പോഴും എന്തിലായിരിക്കും? ക്ലോക്കിലായിരിക്കും. എന്തുകൊണ്ട്? അവിടെയാണ് എൻ്റെ ചോറ്, അവിടെയാണ് എൻ്റെ മക്കർ, അവിടെയാണ് എൻ്റെ സ്ഥിരതാമസം. ഇവിടെയല്ല. ഇവിടെ ഒരു യാത്രക്കാരൻ പെട്ടെന്ന് വന്നതാ. മനസ്സിലായി? ചിന്തിക്ക്. നാത്തൂന് ചോറുണ്ടാക്കുന്നുണ്ട് അടുക്കളയിൽ. ഇടക്കിടക്ക് വന്നുകൊണ്ടേ പറഞ്ഞുകൊണ്ടും നാത്തൂനെ സഹായിച്ചുകൊണ്ടേയിരിക്കും. ചോറായില്ലേ? എന്താ ചോറ്? ഈ കൂടി എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കൽ ഉമ്മാൻ്റെ നിർബന്ധ. നേരം വൈകിയാൽ 2:30 അവിടെ എത്തണമെങ്കിൽ 1:45 ഇവിടെ നിന്ന് ഇറങ്ങണം. 2 മണിൻ്റെ ബസ്സിനാണ് പോകാൻ പറ്റുള്ളൂ. എന്തേ ആണോ അല്ലേ പറയാൻ? ഇടയിൽ ആരൊക്കെ കളിയാക്കും, അവിടുത്തെ ഒരു വിചാരം തന്നെ ഉള്ളൂ. ആയിക്കോട്ടെ, നല്ല പ്രശ്നമല്ല. ആ കളിയാക്കലൊക്കെ അവൾക്ക് കേൾക്കും. എന്തുകൊണ്ട്? അവളെ ചോറ് അവിടെയാണ്, അവളെ മക്കൾ അവിടെയാണ്, അവളെ സ്ഥിരതാമസം അവിടെയല്ല, സ്ഥിരതാമസം അവിടെയാണ്. ഈ ബോധമെങ്കിലും നമുക്ക് പരലോകത്തെ പറ്റി ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തിനാടാ നെറ്റിമേലൊരു ചൂട്ട്? ഈ ബോധം ഇതൊരു ബോധമാണ്. എന്തുകൊണ്ട്? ചിന്തിക്ക്. പടച്ച തമ്പുരാന് കൊടുക്കേണ്ടത് ഇതല്ല. എന്താണ് ഇത്? ഏത് കള്ളനും കൊടുക്കും? ഏത് കള്ളനും ഇത് പടച്ചവന് കൊടുക്കും. നല്ല നിസ്കാരത്താമ്പ് സുബഹി നിസ്കരിച്ചിടും പോണില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. നിസ്കാരത്താമ്പാണ്. മുല്ലാക്കന്നെ എന്താ പൊട്ടുപോയി. ഭാര്യക്കാരൻ ചെറുപ്പക്കാരൻ എന്തോ ഒരു നിസ്കാരത്താമ്പ്, എന്തോ ഒരു പഠിച്ചോനെ. മുല്ലാക്ക ഇവന് വെള്ളിയാഴ്ച പിന്നെ ഇവനൊന്ന് ഇറങ്ങിയിട്ട് വേണമല്ലോ അകത്തെ പള്ളി അടക്കാന്ന് വിചാരിച്ചു. ഇവനോട് ഇറങ്ങുന്നില്ല. ഇവനോട് ഇവൻ്റെ നിസ്കാരത്താമ്പ് കണ്ടിട്ട് ഇറങ്ങുമെന്ന് പറയാനോട്ട് തോന്നിയതുമില്ല. കുറേ നേരം മുല്ലാക്ക ഇരുന്നോയി. പിന്നെ മുല്ലാക്കാക്ക് ഇനി പള്ളിയിൽ പണിയെടുക്കണം. പെട്ടെന്ന് അവിടെ പ്രസിഡന്റിൻ്റെ പേരിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് വന്നിട്ട് പണി തുടങ്ങണം. വെള്ളിയാഴ്ചയാണ്. കുറേ നേരം മുല്ലാക്ക കാത്തുന്നു. ഇവൻ ഇറങ്ങുന്നില്ല. ഇവനോട് ഇറങ്ങണമെന്ന് അന്ന് പറയാൻ തോന്നുന്നില്ല. ജാതി നിസ്കാരത്താമ്പ അവസാനം മുല്ലാക്ക എന്ത് ചെയ്ത്? ആയിക്കോട്ടെ, ഈ ജാതി കുട്ടികളല്ലേ, അവനോട് ഫാൻ ഇട്ട് കൊടുത്ത് എൻ്റെ വിവാദത്ത് കഴിഞ്ഞിറങ്ങി ഭാഗത്തെ പള്ളിയിൽ നിന്ന് ചാരിക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് മുല്ലാക്ക പോയി. തിരിച്ചു വരുമ്പോൾ ആംപ്ലിഫയർ കാണാനില്ല. തിരിച്ചു വരുമ്പോഴാ ആംപ്ലിഫയർ കാണാനില്ല. എന്തേ? താമ്പൻ കൊണ്ടുപോയി. താമ്പൻ, ബഹുമാനപ്പെട്ട താമ്പൻ കൊണ്ടുപോയി. എന്തുകൊണ്ടേ? താമ്പൻ കൊണ്ടുപോയി. ചിന്തിക്ക്. പള്ളിന്റെ പുറത്തുണ്ട് വേറൊരുത്തൻ. അവനെ എപ്പോഴും പള്ളിക്കൊക്കെ ഒന്നും കയറില്ല. പടച്ചോനൊക്കെ പേടിയാണ്. വേറൊരുത്തണ്ട് പള്ളിന്റെ അപ്പുറത്തെ പീടികയിൽ ചായ കൊടുക്കണ ഒരുത്തനുണ്ട്. അപ്പം പള്ളിക്കൊന്നും അങ്ങനെ കൃത്യമായി കയറിക്കോളൊന്നുമില്ല. പടച്ചോനെ പേടിയുണ്ട്, അള്ളാനെ പേടിയുണ്ട്, ഇസ്ലാമിനെ പേടിയുണ്ട്. ഇവൻ ആമ്പിളിപ്പേരും കൊണ്ട് ഓട്ടോറിച്ച് കയറ്റുന്നത് നേരത്തെ മറ്റോ പോഞ്ഞവരും പിടിക്കും. എന്താടാ കാട്ടണത്? മറ്റവന് തമ്പില്ല, ഇവന് പള്ളർച്ച് തമ്പുണ്ട്. പക്ഷെ തമ്പില്ലാത്തവൻ്റെ തലയിൽ അള്ളിയുണ്ട്, പള്ളിയുണ്ട്. ഇവൻ്റെ തലയിൽ ഇവന് കുടിക്കേണ്ട കള്ളിന് കൊടുക്കേണ്ട പൈസ മാത്രമേ ഉള്ളൂ. ചിന്തിക്കുന്നുണ്ട്. 947 ഏത് വാപ്പാക്കാട് അവിടെ സ്വാതന്ത്ര്യം കിട്ടാട്ട്? പറ്റൂല. നിങ്ങൾ കേൾക്കണ്ട. ഇതൊക്കെ ചിന്തിക്കട കുട്ടി, ഇത് ചിന്തിക്ക്. ഇവിടെ എൻ്റെ നല്ല തയമ്പുണ്ട്. പക്ഷെ ആ തയമ്പും എന്തുമേൽ ഉണ്ടാക്കിയതാണ്? ദുനിയാവിൽ ഉണ്ടാക്കിയതാണ്. ആ തയമ്പുണ്ട് ദുനിയാവിൽ വലിയ കാര്യമുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയതാണ്. അവൻ്റെ കച്ചവടം നടക്കും, അവൻ്റെ റിയൽ എസ്റ്റേറ്റ് നടക്കും, അവൻ്റെ ബ്രോക്കറേജ് ഉസാറാവും. മോൻ പറഞ്ഞാൽ 2 രൂപ കുറച്ചു കൊടുക്കും. മറ്റോ 70 കിട്ടണം എൻ്റെ ഭൂമിക്കെന്ന് പറഞ്ഞു. ഇവർ 65 പറഞ്ഞു. ഇറങ്ങിപ്പോകാനൊരുങ്ങിയപ്പോൾ മറ്റോ എന്ത് ചെയ്ത്? നിങ്ങളെ പറഞ്ഞേക്ക് കിടങ്ങാറുണ്ട്. ഇത് 2 രൂപ കുറച്ച് 68 എന്റെ നിസ്കാരത്താമ്പാണ്. അപ്പൊ നിസ്കാരത്താമ്പം ഇവിടെ എന്തായി? സെന്റിമെന്റ് 2000 രൂപ.
من كان ومن كان في هذه أعمى فهو في الآخرة أعمى وأضل سبيلا. ഇതൊന്നും വഞ്ചിതനാകണ്ട, ഇതൊന്നും വഞ്ചിതനാകണ്ട. നാം നമ്മെ പറ്റി ചിന്തിക്കുക. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. വളരെ ചിന്തിക്കണം. എന്റെ അഖിലിൽ വന്നിട്ട് ദുനിയാവ് മൂടും, അഖിലിൽ ദുനിയാവ് മൂടും. ദുനിയാവും ആഖിറും ഒരു പ്രശ്നം ഉണ്ടായാൽ ഒരു ദുനിയാവിന്റെ പക്ഷത്ത് നിൽക്കും. അവരും പേർക്കും. അവരെ നിസ്കാരത്താകുമ്പോൾ ഈ ചൂല് പോലത്തെ താടി കണ്ടിട്ട് നാട്ടുകാരും പേർക്കും. വളരെ ചിന്തിക്കണം. നേരെ മറിച്ച് അപ്പുറത്തെത്താൻ ആഖിറത്തിന്റെ ആളാണ് എങ്കിലും ഒന്ന് ക്ലീൻ ഷേവ് ആയിരിക്കും, ഇവനെ തെരഞ്ഞെടുക്കൂല. ഇതൊന്നും ഉണ്ടാകുന്ന മൂല്യതല്ലേ പറയും, ഇതൊന്നും ഉണ്ടാകുന്ന അജീർക്കാക്കല്ലേ പറയുന്നത്. വളരെ ചിന്തിക്കണം. പള്ളിയുടെ കണക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ പള്ളിയിൽ നിന്ന് പൈസ പോയിട്ടുണ്ടെന്ന് കുറച്ച് ആളുകൾ കണ്ടെത്തി. ഇവരോ പൈസ എടുത്തോരോ കൃത്യമായ മാറ്റിന് വരുന്നവരാണ്. അപ്പോൾ പീഡിയക്കൊലയിൽ വർത്താനം പറഞ്ഞ ആളുകൾ എന്ത് പറഞ്ഞേ, ഇവരൊക്കെ പൈസ എടുക്കുന്നു, എനിക്ക് അഭിപ്രായമില്ല. ഈ നാട്ടിൽ ബാങ്കട് കൊടുത്ത പള്ളിയൊക്കെ വരുന്നവരാണ്. ഇവർ പൈസ എടുക്കുന്നു, എനിക്ക് അഭിപ്രായമില്ല. അതിമല്ല ഒരുപാട് ആളുകൾ കൂടി അക്കൗണ്ടന്റ് പരിശോധിപ്പോൾ 20 ലക്ഷം റുപ്യക്ക് തലല്ല. നത്ത് നോക്കുമ്പോൾ എന്നെ നോക്കുക. എന്ത് പറ്റി? രാവിലെ തന്നെ നത്ത് നോക്കുമ്പോൾ നോക്കണത് എന്താണ്? ഇതൊക്കെ മനസ്സിലാക്കാത്തത്. എന്തെങ്കിലും വിചാരിച്ച് ഒരു സൗകര്യമുള്ള വന്നാൽ മതി, സൗകര്യമുള്ള കേട്ടാലും മതി. ദീൻ എന്ന് പറഞ്ഞാൽ ഇത് പഠിച്ചോന് കൊടുക്കലല്ല, ഇത് പഠിച്ചോന് കൊടുക്കലാണ്. ഇത് പഠിച്ചോൻ കൊടുത്തിട്ട് ഇത് കൊടുക്കണം. من أعبد الناس قال النبي صلى الله عليه وسلم قيل لرسول الله صلى الله عليه وسلم من أعبد الناس ലോകത്തെ ഏറ്റവും വലിയ ആബിദാരാണെന്ന് ഹബീബിനോട് ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ മറുപടി അൽ ആഖിലു, ബുദ്ധിമാനാണ് എന്ന. ബുദ്ധി ആർക്ക് കൊടുത്തവൻ? ഇതാർക്ക് കൊടുക്കുക? ഇതിൽ നിന്ന് ഇങ്ങോട്ട് വരണം. മനസ്സിലായോ? ഇവിടെ ഖുർആനുള്ളവനല്ല, ഇവിടെ ഖുർആനുള്ളവന് ഇവിടുന്ന് അങ്ങോട്ട് അടപ്പുണ്ടാവും. അവരെവിടുന്ന് അങ്ങോട്ട് ഖുർആൻ ഇറങ്ങൂല. മുഹമ്മദ് മുസ്തഫ വേറെ ആളുണ്ടാവും, അങ്ങാടിയിലായിരിക്കും, കച്ചവടപ്പണിയായിരിക്കും, പക്ഷെ കൽബ് നിറയെ എന്തുണ്ടാവും? ഖുർആനുണ്ടാവും. പ്രത്യക്ഷമായി ലാഭം, ലക്ഷക്കണക്കിന് ലാഭമുള്ള ഒരു ബിസിനസ് വന്നാലും ആ ലാഭം അള്ളാഹിന്റെയും റസൂലുള്ളാഹിന്റെയും നിയമം അനുസരിച്ച് തെറ്റാണെങ്കിൽ വണ്ടി വിട്ടാളാണ്. തമ്പുമില്ല, ഒന്നുമില്ല, കുറ്റിച്ചു വലത്തു താടിയില്ല, ഒന്നുമില്ല. താടിക്കാരെ കുറ്റം പറയല്ല, പേരിനെങ്കിലും താടി എനിക്കുണ്ടല്ലോ. അതല്ല ഇവിടെ വിഷയം. ഈ ജാതി അലാമാത്തുമൽ വഞ്ചിതനാകണ്ട. മനസ്സിലായ? ചിന്തിക്കണം. ചിന്തിക്ക്. കോലങ്ങൾ ഉണ്ടാവും, വലിയ വലിയ അടയാളങ്ങൾ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. ഇനിയുള്ള കാലത്ത് പ്രത്യേകിച്ചുണ്ടാവും. ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും മോശപ്പെട്ടവർ പണ്ഡിതരാവെന്ന് പറഞ്ഞാൽ അവർക്ക് തലയെക്കെട്ടുണ്ടാവില്ല എന്നാണോ? തലയെക്കെട്ടുണ്ടാവില്ല എന്നല്ല, പണ്ടത്തെ തലയെക്കെട്ടിനാൽ ഇപ്പൊ തലയെക്കെട്ടിന് വണ്ണം കൂടി. പണ്ട് തലയെക്കെട്ട് 3 മീറ്റർ, ഇപ്പൊ എത്ര മീറ്ററാണ്? അല്ലാഹു റസൂൽ വലിയ മീറ്റർ. തലയെക്കെട്ട് മോശമാണെന്ന് ഈ പറഞ്ഞ വലിയ തലയെക്കെട്ട് കെട്ടി ഒരു മോശമാണെന്നും ഈ പറഞ്ഞ. പക്ഷെ കള്ളനും നല്ലവനായി അഭിനയിക്കാൻ പറ്റിയതാണ് എന്ത്? തലയെക്കെട്ട്. ഓലം, കുപ്പായം, നീളം കുപ്പായം, ഇതൊക്കെ മനസ്സിലായ? ചിന്തിക്കണം. ഇതൊക്കെ ഒരു അലാമത്ത് മാത്രം. നന്നായാൽ ഇത് നല്ലതാണ്. മനസ്സിലായ? നല്ലതാണ്. ഒരാൾ നഗ്നനായിട്ടാണ് കക്കൂസ് ചാടിയെങ്കിൽ, കക്കൂസിന്റെ കുഴിയിൽ ഒരാൾ നഗ്നനായിട്ടാണ് ചാടിയെങ്കിൽ എളുപ്പത്തിൽ ശുദ്ധിയാക്കാൻ കഴിയും. കുപ്പായിട്ടാണ് ചാടിയെങ്കിലോ കുപ്പായം കൂടി ഒന്നാക്കേണ്ടില്ല. തടിമലുള്ള തീട്ടം പോകും പോലെ കുപ്പായത്തിന് തീട്ടം പോകില്ല. കോട്ടും കൂടി കുപ്പായത്തിന്റെ മേലിട്ടുണ്ടെങ്കിലോ തടിയിലെ തീട്ടം കളയണം, കുപ്പായത്തിന്റെ തീട്ടം കളയണം, കോട്ടിന്റെ തീട്ടം കളയണം. തടിയും നാറും, പറയട കുപ്പായം നാറും, തലയെക്കെട്ടും കൂടി ഉണ്ടെങ്കിലോ അതിന്റെ മേലെ തോള് കൂടി ഒരു സാധനം കൂടി ഇട്ടിരുന്നെങ്കിലോ നമുക്ക് നല്ലതാണ്. ആർക്ക് നല്ലതാണ്? ഈമാൻദാരിക്ക് നല്ലതാണ്. മറ്റേ തീട്ടത്തിൽ കലങ്ങിയാൽ നാടാകെ വാസനിക്കും.
നഗ്നനാണെങ്കിൽ തടി മാത്രമേ വാസനിക്കുള്ളൂ. വീട്ടെത്തിപ്പരണ്ടാൽ വളരെ ചിന്തിക്കണം. ഇത് കേൾക്കാനാണ് നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ വരുന്നത്. സൗകര്യം ഉണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾക്ക് വേണ്ടി പറയല്ല, അള്ളാഹ്ക്ക് വേണ്ടി പറയണം. നിങ്ങൾ വന്നാലും അൽഹംദുലില്ല, നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ അതിനേക്കാളും അൽഹംദുലില്ല. വിചാരിച്ചത് പടച്ച തമ്പുരാൻ ഇവിടെ കയറ്റി എങ്ങായി. എടാ, ആ പെണ്ണിന്റെ ബോധമുണ്ടോ നമുക്ക് അള്ളാന്റെ കാര്യത്തിൽ? ആ പെണ്ണ് 11 മണിക്കൂർ വന്നിട്ടുള്ളൂ. 2:30 പുതിയാപ്പള പണി കയറി വരുമ്പോഴത്തേന് അവിടെ ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ പൂരം പറയണ്ട. അപ്പോഴത്തിന് കുട്ടികൾ സ്കൂള് വിട്ട് വന്ന കുട്ടികള് അടഞ്ഞ വാതിലിന്റെ പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ കുട്ടികളെ പിടുത്തക്കാരെ കാലമാണ്. ഇനി കുട്ടികളെ പിടുത്തക്കാർ വന്നിട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ എത്തുന്നതിന് മുമ്പ്, അവൾ എത്തുന്നതിന് മുമ്പ് പുതിയാപ്പള വന്നാൽ പൂരം കഴിഞ്ഞ്. കുട്ടികൾ അവിടെ പുറത്തിട്ടിട്ട് പോയി എത്ര കള്ളന്മാർ കിടക്കണ കാലത്ത്. പിന്നെ 2 ആഴ്ചക്ക് ഭർത്താവ് മിണ്ടൂല, മര്യാദക്ക് വർത്താനം പറയില്ല. ഇവിടെ എന്തേ ഉള്ളൂ, 10 മിനിറ്റ് നേരം വൈകുള്ളൂ. അതുകൊണ്ട് 11 മണിക്ക് വീട്ടിലെത്തിയ ഇവളെ ഏറ്റവും കൂടുതൽ കണ്ണും ഉമ്മാന്റെ മുട്ടാവൂല, എൻ്റെ ക്ലോക്കിലിരിക്കും. എന്ത്? അതവളെ ബോധാണ്. കാരണം അവിടെയാണ് അവളെ ചോറ്. ഇതന്നെയാണ് അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. ഇതാണ് അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. ഇവിടെ ബഹുമാനിക്കാൻ എല്ലാവരും ഉണ്ടാവും. റഹ്മത്തുള്ള ഖാസിമിയാണ്, കൂസിമിയാണ്, വലിയ ആളാണ്. നിങ്ങളെ ചുണ്ടും ചെറിയമലുള്ള എല്ലാ ഉമിനീരും എൻ്റെ കയ്യിലാക്കാൻ മത്സരം. ഓ, ഖാസിമിയാണ്, അങ്ങനെയാണ്. മൂപ്പര് മേലെ കുറച്ച് തുപ്പരം തേച്ചിട്ടില്ലെങ്കിൽ സുഖം ഉണ്ടാവില്ല. എല്ലാവർക്കും പിടിച്ചു മുട്ടണം. അപ്പൊ ഞാൻ അങ്ങോട്ട് വീരാൻകുട്ടിയായി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ലതാണ്. എന്റെ അങ്ങോട്ട് നല്ലതാണ്. പിടിച്ചു മുട്ട തന്നെ. ഇതൊക്കെ ദുനിയാവിന്റെ കളികളാണ്. ഇതുകൊണ്ടൊന്നും ഭൂമിക്കടിയിൽ രക്ഷപ്പെടും എന്ന് ഒരു കോച്ചയും വിചാരിക്കണ്ട. ഒരു മനുഷ്യൻ അറിയാതെ പിഴച്ചാൽ പടച്ചോൻ പുറത്തു കൊടുക്കാം. പക്ഷേ ഇന്ന് നമ്മൾ അറിഞ്ഞാണ് വെക്കുന്നത്. വസ്തുതകൾ മനസ്സിലാക്കാൻ നമുക്ക് മാധ്യമങ്ങളുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാരെ പേടിക്കുന്ന ഒരു 10% പടച്ചോനെ പേടിക്കാതിരിക്കുന്ന ആളുകളാണ് സ്റ്റേജിലിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? എല്ലാവരെയാണോ പറഞ്ഞത്? അല്ല. ആരെങ്കിലും ആണോ പറഞ്ഞത്? ആരെയല്ല. എന്നാലോ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ച് പറയുന്നത്, ഉണ്ടാവരുതെന്ന് വിചാരിച്ചു പറയുന്നത്. ഇവരൊക്കെ ആരേട്ടാ? ഇവരൊക്കെ എന്ത് UDF? എൻ്റെ LDF. ഭൂമിന്റെ അടിയിൽ മുങ്കർ നിൽക്കുന്നവർ പറഞ്ഞ ഞാൻ UDF ആണ്. ഞാൻ ഇന്നാലിന MLA ആളാണ്, ഞാൻ മന്ത്രിന്റെ ആളാണ്. മുങ്കർ നക്കീർ പറഞ്ഞിട്ട് ഒരു ചവിട്ടും കൂടി ഏറെ കിട്ടുന്നല്ലാതെ എന്ത് കാര്യം? മുങ്കർ നക്കീർ പറയും, ഞാൻ അവനെ ചവിട്ടാൻ കാത്തിക്കണം, ചത്തിട്ടില്ല എന്നല്ലേ ഉള്ളൂ. എൻ്റെ നേതാവിനെ ചവിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങിക്കണം. അതുകൊണ്ട് ആദ്യത്തെ ചവിട്ട് നിനക്കോട്ടെ എന്ന് കാരണം നമ്മൾ ചവിട്ടിട്ടോ. നമ്മളൊന്നും വിചാരിക്കരുത്. എന്റെ പിരാന്ത് അടക്കാൻ ഒരുത്തനും വിചാരിക്കണ്ട. ഞാൻ ഒരുത്തനും പേടിക്കില്ല, എന്റെ റബ്ബിനല്ലാതെ. കാരണം ഇന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് അവനെ ബാധിച്ചു കഴിഞ്ഞു. വളരെ പടച്ച തമ്പുരാൻ അള്ളാഹ് വേണ്ട നിത്യോ കയ്യോ കാലോ അള്ളാഹ്ക്ക് വേണ്ട നിന്റെ നിലപാടാണ്. അള്ളാഹുവിന് വേണ്ട നിന്റെ നിലപാടാണ്. ഒരു മനുഷ്യൻ തന്നെ നിലപാട് നന്നാക്കി, പക്ഷേ ഒരു സുജൂദിന് പോലും അയാൾക്ക് സമയം കിട്ടിയില്ല. ഒരാൾ തന്റെ നിലപാട് നന്നാക്കി, ഒരു സുജൂദിന് നേരം കിട്ടിയില്ല, മരിച്ചുപോയി. ആ മനുഷ്യന്റെ മറവ് ചെയ്തപ്പോൾ പുണ്യ റസൂൽ ഓടിക്കളഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പ്രശ്നം? പെണ്ണുങ്ങളെ കൊണ്ട് ഖബർ നിറഞ്ഞുപോയി. ആ മനുഷ്യനെ പരിചരിക്കുന്ന സ്വർഗീയ ഉന്നതന്മാരും സ്ത്രീകളൊക്കെ വന്നിട്ട് ഈ മനുഷ്യനെ പരിചരിക്കാം ഖബറിൽ. അപ്പോൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിക്കളഞ്ഞു. മനസ്സിലായോ? അള്ളാഹുവിന് വേണ്ടി അയാൾ ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല. അയാൾ നിലപാട് നല്ലതാ, സുജൂദില്ല, സുജൂദ് നേരെ കിട്ടിയില്ല. മനസ്സിലായോ? ഇയാളെ നിലപാട് നന്നാക്കി. സുജൂദുണ്ടോ? സുജൂദുണ്ടോ? ഇയാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയെന്ന് എവിടെയെങ്കിലും ഒരു വാറ്റിൽ ഇല്ല. അയാൾ എന്ത് പോലും ചൊല്ലിയിട്ടില്ല. പറ കുട്ടി, ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് പോലും ചൊല്ലാൻ അയാൾക്ക് നേരം കിട്ടിയില്ല, പഠിക്കാൻ നേരം കിട്ടിയില്ല. അപ്പോഴത്തന്നെ അയാൾ മരിച്ചുപോയി. പക്ഷെ അയാൾ എന്ത് നന്നാക്കി?
നോക്കി. അതേ സമയത്ത് മദീന പള്ളിയിൽ പുണ്യ റസൂലിന്റെ മഅ്മൂമായി നിസ്കരിച്ചു. മനസ്സിലായോ? ചിന്തിക്കണം. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ ഈ ചങ്ങാതി മരിച്ചപ്പോൾ എന്തേ പറഞ്ഞത്? അല്ലാഹു ഈ ചങ്ങാതി മരിച്ചപ്പോൾ എന്താ? ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ ഫലൻ യഗ്ഫിറു. അങ്ങനെയല്ലേ തങ്ങളെ ആയത്ത്? ഏതാണ് സൂറത്തുകളെ? തൗബയ എവിടെയാണ്? തൗബയല്ലേ? എവിടെയാണ്? ഒന്ന് ഓർത്ത് നോക്ക്. തൗബയായിരിക്കും. തൗബയല്ലേ അത്? അല്ലേ? അങ്ങനല്ലേ മക്കളെ? എങ്ങനെയാണ് ആയത്തിനോട്? അവിടെ ഒരാൾ എണീറ്റ് ആയത്തിനോട്, ഏതെങ്കിലും ഒരാൾ ആയത്തിനോട്, ഏതെങ്കിലും ഒരാൾ എണീക്ക്. എന്താണ് ആയത്ത്? എന്താണ് ആയത്ത്? ഇൻ തസ്തഗ്ഫിർ അല്ലേ? ഇൻ തസ്തഗ്ഫിർ ലഹും എണീക്ക്. ഫലൻ യഗ്ഫിർ അല്ലാഹ്. എൻ്റെ മോനെ ലത്തീഫല്ലേ? എന്താ മോനെ അതിൻ്റെ അർത്ഥം? ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ. ഇത്തരം ആളുകൾക്ക് നിങ്ങൾ 70 വട്ടം പൊറുക്കലിനെ തേടിയാലും ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും, അല്ലാഹു ഒരിക്കലും പുറത്തു കൊടുക്കൂല. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ പൊറുക്കലിനെ തേടുന്നത് ആരാ? മുസ്തഫ നബി അല്ലേ? മനസ്സിലായില്ല? ഇവിടെ എന്തും ഫർളൻ വ തഖ്ദീറൻ, ഒരു ഫർളൻ വ തഖ്ദീറൻ ഇവിടെ സങ്കല്പിച്ച് പറയാണ്. അള്ളാഹു നിയമറക്കാണ്. എന്ത്? മുസ്തഫ നബിയും അനുയായികളും തന്നെ 70 വട്ടം പൊറുക്കലിനെ തേടിയാലും ഇയാൾക്ക് ഞാൻ അള്ളാഹു ഒരിക്കലും അയാൾക്ക് പുറത്തു കൊടുക്കും. ഇയാളാരാ? മദീന പള്ളിയിലെ മഅ്മൂം ഇമാമാരാ? മുസ്തഫ നബി. എന്റെ പ്രശ്നം നിലപാടിലെ തെറ്റ്. എന്ത് വിചാരിച്ച് ഇരിക്കണത്? എന്ത് വിചാരിച്ചിരിക്കണത്? നിങ്ങൾ ഹിസാബ് എടുക്കണ്ട, എന്റെ റബ്ബ് ഹിസാബ് എടുത്തോളൂ. ഞാൻ ഈ പറഞ്ഞ എന്താണ് എന്റെ റബ്ബിനെ അറിയും. നിങ്ങൾക്ക് ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയും. അത് ശല്യമാണെങ്കിൽ ഞാൻ തീർത്തു തരും. ശല്യം അല്ലെങ്കിൽ നിങ്ങൾ ദുനിയവിയായ ശല്യത്തെ ഞാൻ ഭയപ്പെടുന്നില്ല. വളരെ ചിന്തിക്കടോ ഇവിടെ വന്നിട്ട് രാവിലെ ഇരുന്നിട്ട്. നിങ്ങൾ പൊറുക്കലിനെ തേടട്ടെ, തേടാതിരിക്കട്ടെ. ഇത്തരം ആളുകൾക്ക് നിങ്ങൾ പൊറുക്കലിനെ തേടിയാൽ 70 മറ 70 വട്ടം പൊറുക്കലിനെ തേടിയാലും ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കൂലെന്നല്ല. ലെന്നല്ലേ? ലായും ലെന്നും വ്യത്യാസല്ലേ? പറയും ഞങ്ങളെ പൂർണ്ണ നിഷേധത്തിനാണ് എന്ത് വരിക? ലെന്ന് വരിക. സാന്ദർഭിക നിഷേധത്തിനാണ് ലാ വരിക. ഫ്യൂച്ചറിൽ പൂർണ്ണ നിഷേധം വരുമ്പോഴേ എന്ത് വരുള്ളൂ? ലെന്ന് വരും. ഇവിടെ അല്ലാഹ് ലാ യഗ്ഫിറു എന്നാണോ പറഞ്ഞത്? അല്ല, ഫലൻ യഗ്ഫിർ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയേ ഇല്ല. ആര് പൊറുക്കലിനെ തേടി അടക്കം? പുണ്യ റസൂൽ മുസ്തഫ. നബിയെ അങ്ങ് പൊറുക്കലിനെ തേടിയാലും ലഹും ഇവർക്ക് വേണ്ടി 70 മറ 70 വട്ടം. നബിയെ അങ്ങ് ഇവർക്ക് പൊറുക്കലിനെ തേടിയാലും ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കൂലെന്നല്ല, അല്ലാഹു പുറത്തു കൊടുക്കുകയേ ഇല്ല. ഇൻ തസ്തഗ്ഫിർ ലഹും അർത്ഥം പറയും നബിയെ. ഇൻ തസ്തഗ്ഫിറൂനല്ല, ഇൻ തസ്തഗ്ഫിർ ലഹും പറയും. ഇവിടെ സംബോധിതൻ ആരാണ്? അല്ലാഹു മുത്തക്കല്ലിമ പറയാണ്. സംബോധിതനാരാ? മുത്തുനബി. ഇൻ തസ്തഗ്ഫിർ ലഹും അവർക്ക് താങ്കൾ പൊറുക്കലിനെ തേടിയാൽ ഇവിടെ സംബോധിതനാരാ? മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ആരോടാ അത് പറയുന്നത്? മുസ്തഫ നബിയോടല്ലേ തങ്ങളെ? അതല്ലേ എന്റെ അർത്ഥം? ഇൻ തസ്തഗ്ഫിർ ലഹും നബി അങ്ങ് അല്ലാഹുവിന്റെ ഹബീബല്ലേ മുഹമ്മദ് മുസ്തഫ. ആ മുസ്തഫ നബി ഇവർക്ക് 70 വട്ടം പൊറുക്കലിനെ തേടിയാൽ പോലും അല്ലാഹു ഇവർക്ക് കൊടുക്കൂല. നിസ്കാരല്ലേ? ഉണ്ട്. മദീന പള്ളിയിൽ വേറൊരു സെക്കൻഡ് ജമാഅത്ത് നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഇമാമാരെന്നെ മുഹമ്മദ് മുസ്തഫ മഅ്മൂം ഇല്ലേ? ഉണ്ട്. പക്ഷേ എന്ത് ശരിയല്ല. പാരേഡായിരുന്നിട്ട് എന്റെ മോത്തേക്ക് നോക്കി ഉണ്ടക്കണ്ണാക്കല്ലട വേണ്ട. ഇത് കൊടുക്കട പഠിച്ചോന്. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ മോട്ടോർ സൈക്കിൾ കുത്തിയാലും അള്ളാന്റെ പൊരുത്തം കിട്ടുടോ. ഇവിടെ നന്നാക്ക്. അവർക്ക് പൊറുക്കലിനെ തേടിയാലും അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയേ ഇല്ല. എന്തേ? അവരെ നെറ്റി ഭംഗിയുണ്ട്. എന്ത് ഭംഗിയില്ല? തലയുടെ നിലപാട് തലച്ചോറ പഠിച്ചുണ്ട്. ഇത് നിലപാട് ശരിയില്ല. കള്ളന്മാരെ കൂടെയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മദീന പള്ളിയിൽ വരുന്നില്ലേ? ഉണ്ട്. മുസ്ലിമീങ്ങളെ പേരല്ലേ? അതെ, പ്രത്യക്ഷ മുസ്ലിമീങ്ങളല്ലേ? അല്ലേ? എന്ത് പ്രശ്നത്തിനും നബിയുടെ കൂടെ വരുന്നില്ലേ? ഉള്ളിൽ എന്താണെങ്കിൽ വരുന്നില്ലേ? ഉണ്ട്. യുദ്ധത്തിന് വരെ വരുന്നുണ്ട്.
മനസ്സിലായോ? പക്ഷെ അവർക്ക് പൊറുക്കൽ തേടിയാൽ, അള്ളാഹുവിന്റെ റസൂൽ പൊറുക്കലിനെ തേടിയാലും എത്ര വട്ടം 7 വട്ടം പൊറുക്കൽ തേടിയാൽ പോലും അത് ഓർത്തു കൊടുക്കില്ല. എന്തുകൊണ്ട്? എന്ത് ശരിയില്ല? നിലപാട് ശരിയില്ല. വളരെ ചിന്തിക്കണം. ജനങ്ങൾ വഞ്ചിതര. ജനങ്ങൾ ഈ പറഞ്ഞാൽ എക്കാലത്ത് കഴുതിയിരിക്കും. ജനങ്ങൾ ലാ യസാലൂന ഹിമാരീൻ കാന ഹിമാറൂൻ കാനു ഹിമാരീന വലാ യസാലു ഹിമാരീൻ. ഞങ്ങൾ പണ്ടും കഴുതിയാണ്. വേറെ പൊതുജനം പണ്ടും കഴുതിയാണ്, ഇപ്പോഴും കഴുതിയാണ്. പണ്ടും കഴുതിയ, ഇപ്പോഴും കഴുതിയ. പൊതുജനത്തൊക്കെ നോക്കുള്ളൂ. ഒരു പുറത്ത് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോൾ ഒരു പള്ളിയൊക്കെ പോയി. കൃത്യം നല്ല വെള്ളയും കുപ്പായാണ്. നല്ല വെള്ള കുപ്പായം, വെള്ളത്തുണി, മുണ്ടാസ് തലിക്കെട്ട്, കുറച്ചൊക്കെ താടി. ഏത് ജനറൽ ബോഡിയിലും ഇവരാണ് ഉണ്ടാക്കുക. ഒക്കെ കയ്യും കാലും കണക്കും കഴിയുമല്ലോ. ഒരു പറയും ചെയ്യും, ഞാൻ 12-ാമത്തെ വയസ്സിൽ ഈ പള്ളിയിൽ കമ്മിറ്റിക്കാരനായിരുന്നു. പിന്നെ ഇവിടുന്ന് പോയിട്ടില്ല. പോകാതൊക്കെ നല്ലത്. വളരെ വെച്ചോളൂ. വളരെ ചിന്തിക്കുന്ന ഉദ്ദേശിച്ചല്ല ഈ പറയണത്. നിങ്ങൾക്ക് ആർക്കും വെക്കാം. ഇത് നമ്മളൊരു മൊഡ്യൂൾ തരാണ്. വിശാഖപട്ടണത്ത് നിന്ന് അച്ച് വരും. ആ അച്ചിലാണ് ഇവിടെ നമ്മളെ കമ്പനികളൊക്കെ സാധനങ്ങൾ വാർക്കുക. മനസ്സിലായോ? ഇതൊരു മൊഡ്യൂൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാണ്. ഇതൊരു മൊഡ്യൂളാണ്. നിങ്ങൾ സൗകര്യം കൂടെ ഉണ്ടാക്കുക. എന്താണ് ഞാലിൻ്റെ പാത്രത്തിനല്ല, പാത്രത്തിൻ്റെ മൊഡ്യൂളാണ്. നിങ്ങൾക്ക് എവിടെ വെക്കുക? വളരെ ചിന്തിക്ക് വളരെ ചിന്തിക്കണം. തബ്ലീഗുകാര് നല്ല താടിയാണ്, നല്ല തലക്കെട്ടാണ്, നിഷാറാണ്, ദുബുർ മറക്കുന്ന കുപ്പായാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ നിലപാട് വഹാബിയുടേതാണ്. കഴിഞ്ഞ് വഹാബികളെ പറ്റി ഞാൻ പ്രസംഗിച്ചപ്പോൾ വയറിളകിയിട്ട് അങ്ങനെ മൂട്ടിലൂടെ ഏറ്റവും കൂടുതൽ കാറ്റുപോയത് തബ്ലീഗുകാർ. എത്ര തബ്ലീഗുകാരാണ്! എന്റെ നിലപാട് വഹാബിയുടേതാണ്. ഞാൻ കാണുമ്പോൾ എന്ത് ചുരുക്കാണ്. അവരെ ചുരുക്കും കോലവും കണ്ടാൽ അവരായിരിക്കും സിറാത്ത് പാലത്തിൽ ടിക്കറ്റ് കൊടുക്കാൻ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ കള്ളനായ മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെതാണ്. കള്ളനും കൊള്ളക്കാരനും നിഷ്ഠൂരനും മുസ്ലിം ലോകത്തിന് ഏറ്റവും കൂടുതൽ പറയിപ്പിച്ച തമ്മാടിയായ മുഹമ്മദ് അബ്ദുൽ വഹാബാണ് അവരുടെ ഇമാം. ഈ ദുബർ നിറച്ച് കുപ്പായിട്ട് ഈ ഹംക്കിന്റെ നേതാവ് മുഹമ്മദ് അബ്ദുൽ വഹാബ്. വളരെ ചിന്തിക്കണം. സൗകര്യം ഉണ്ടെങ്കിൽ അടുത്താഴ്ച വന്നാൽ മതി. ചിന്തിക്കട. ഇയാൾക്ക് ബിരാന്താണ്. എനിക്ക് കുറച്ച് മുമ്പ് തുടങ്ങിയ ബിരാന്താ. ഇവിടുന്ന് തീരില്ല, തീരാൻ പാടില്ല. തീർക്കാതിരിക്കട്ടെ എന്ന് ഞാൻ റബ്ബിന്റെ അടുത്ത് തേടിക്കൊണ്ടിരിക്കണം. എന്റെടാ പെണ്ണിന്റെ ബോധം വേണ്ടേ? ഏത് സമയത്ത് നമുക്ക് ഇവിടുന്ന് പോകണമെന്നൊരു ബോധം വേണ്ടേ? എന്തുകൊണ്ട്? എന്തേ ഉമ്മ ദേഷ്യപ്പെട്ടാലും ഉമ്മാനോട് സമാധാനിപ്പിക്കും. പക്ഷെ ഭർത്താവിന്റെ ദേഷ്യത്തെ അവൾ പരിഗണിക്കും. എന്തേ? അവിടെയാണ് ചോറ്, അവിടെയാണ് പാർക്കേണ്ടത്. ഇവിടെയോ? ഇവിടെ തൽക്കാലം ഉമ്മ മരിക്കണവരെ ഇവിടെ അങ്ങനെ വന്നു പോകാം. ഉമ്മ മരിച്ചിട്ട് ഇവിടെ വരണമെങ്കിൽ നാത്തൂന്റെ സമ്മതമാണ്. എന്തേ? അങ്ങനെ തന്നെയല്ലേ പറയും ചങ്ങന്മാരെ. ഞങ്ങൾക്കൊന്നും ബാക്കിയും ചെയ്യപ്പില്ലാത്ത മാതിരിയാണ് നിങ്ങളെ ഇഷ്ടം പറയണോ? മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഈ പെണ്ണ് ഇടക്കിടക്കിതാ 2:30 മണിക്ക് മുമ്പ് കുട്ടികൾ സ്കൂളിൽ വരും, പുതിയാപ്പള പണി കഴിഞ്ഞ് വരും. അപ്പോൾ 2:15 തന്നെ അവിടെ എത്തും. കാരണം ഹുല്ലം യക്കുൻ, ഇവിടെ ഒന്നും ഇല്ലാത്ത മാതിരി അവൾ അങ്ങനെ അടിച്ചും മാതിരി നടക്കും. എന്തുകൊണ്ട്? അവൾ പൊരി പോയി വന്നൊരു ഭർത്താവ് കാണാൻ പോലും പാടില്ല. മോട്ടോർ സൈക്കിൾ കൊണ്ട് ഇങ്ങനെ വരുമ്പോൾ അവളെ പർദ്ദയുടെ ഒരു തുഞ്ചാണ് അവൾ പുറത്ത് കണ്ടത് എങ്കിൽ പോലും ആക്ഷേപിക്കും. അതുകൊണ്ട് 2:30 പുതിയാപ്പള വരുമ്പോൾ 2:15 അവളെത്തും. നിൽക്കാൻ ഉല്ലം യക്കുൻ, ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒക്കെ ക്ലിയറാണ്. എന്റെ അവിടെയാ പാർക്കണ്ട്, അവിടെയാണ് മക്കർ, അവിടെയാണ് സ്ഥിരതാമസം. ഇവിടെ അല്ല, ഇത് ദുനിയാവാണ്. ഇവിടെ കുറച്ചു കാലം വന്നു പോയതാണ്. അപ്പൊ ഇവിടെ ഇപ്പോഴും കൊടുക്കും നോക്കണം. നോക്കണം. മനസ്സിലായോ? ചിന്തിക്ക്. പോകാനായി അവിടെയോ നിലപാട് അനുസരിച്ചല്ലാതെ എടുക്കുകയില്ല. അവിടെ അള്ളാഹു തആല ഇഷ്ടപ്പെടണമെങ്കിൽ നിലപാട് ഉണ്ടാവണം. മനസ്സിലായോ? ചിന്തിക്കണം. പരിശുദ്ധ ഖുർആനിലെ കുറഞ്ഞ സൂറത്തുകളിലെ കുറഞ്ഞ ആയത്തുകൾ ഇറങ്ങിയ കാലത്താണ് ഖദീജ ബീവി വഫാത്തായത് റളിയല്ലാഹു അൻഹ. അപ്പോൾ ഖത്തം തീർത്തിട്ടില്ല. നമ്മൾ റമളാൻ വരെ കാത്തിരിക്കണം. ഖത്തം തീർക്കാനോ പഠിച്ചോന്ന് വിചാരിച്ചു. ഇപ്പോൾ തന്നെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദിവസം 1-2 ജുസ് ഓടും.
റമളാനിലോ ഓരോ ദിവസവും നമുക്ക് ഒരു 2 ദിവസത്തിലെങ്കിലും ഖത്തം തീർക്കണം. കഴിഞ്ഞ കൊല്ലം 3 ദിവസത്തിൽ ഖത്തം തീർത്തിട്ടുണ്ട്. കൊല്ലം 2 ദിവസത്തിൽ ഖത്തം തീർക്കണം എന്ന് വിചാരിച്ചിരിക്കാണ് നമ്മള്. ഖദീജ ബീവിയോ ഒരു ഖത്തവും തീർത്തിട്ടില്ല. ഈ 15 ഖത്തവും കഴിഞ്ഞ കൊല്ലം 10 ഖത്തം തീർത്തിട്ടും കോലങ്ങനെ തന്നെയാണ്. തലൻ്റെ ഉള്ളിൽ തീട്ടം തന്നെ തീട്ടം പോയിട്ടില്ല. തീട്ടം തലയില തലയിലെ തീട്ടം പോയിട്ടില്ല. കഴിഞ്ഞ കൊല്ലം 10 ഖത്തം തീർത്തിട്ടുണ്ട്. നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടോ? ഇനി ഇവൻ ഏത് തോന്നിയാസത്തിനും ജനറൽ ബോഡിയിൽ എണീറ്റ് നിന്നാൽ അപ്പുറത്തൊന്നും തോണ്ടു. മറ്റേ ഇവനാണ് നമ്മളെ കുഞ്ഞവറാനാജിയാണത്. മൂപ്പര് കഴിഞ്ഞ റമളാനിൽ വരെ 10 ഖത്തം തീർത്ത ആളാ. ഉണ്ടാകുന്ന അയാളെ വിരുദ്ധകൾ വെച്ചിട്ട ഇയാളാരോ അയാൾ അബൂജാലിന്റെ വിങ്കാമിയ ആര് കുഞ്ഞവറാനാജി. ഏതെങ്കിലും കുഞ്ഞവറാഞ്ചി ഏതെങ്കിലും മയലുണ്ടാകുമ്പോൾ ബേജാറാകണ്ട. ഞാൻ കുഞ്ഞവറാനെ പരിചയമില്ലാത്തതുകൊണ്ടാണ് ഒരു പേര് പറഞ്ഞത്. പരിചയമുള്ള പേര് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പ്രശ്നം ഉണ്ടാണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കണ തപ്പി നോക്കിയാൽ പഠിച്ചോണം. എനിക്ക് പരിചയമില്ലാത്തൊരു പേര്, എനിക്ക് പേര് അറിയുന്ന കുഞ്ഞവറാനാജി ഉണ്ടായിരുന്നു. അയാൾ മരിച്ചു. അപ്പോൾ ഒരു കുഞ്ഞവറാനാജി എൻ്റെ പരിചയത്തിൽ നിലവില്ലാത്തതുകൊണ്ടാണ് ഞാൻ അയാളെ തലയിട്ടത്. വളരെ ഇയാളെ 10 ഖത്തം കൊണ്ടാണ് ഈ കൊല്ലത്തെ ജനറൽ ബോഡി നാശമായത്. താൻ ഈ കള്ളന്മാർ സെക്രട്ടറി ആകാൻ കാരണം മൂപ്പരാ പറഞ്ഞു. മൂപ്പര് പറഞ്ഞവൻ ആരും എതിർത്തില്ല. കാരണം ഒരു ഖുർആന്റെ നടുക്കണ്ടാണ്. ഗ്രാമം പകൽ ഓതുന്ന പണിയാണ്. തലയിൽ തീട്ടാണ്. വളരെ ചിന്തിക്കണം. ഇവിടെ റബ്ബിന് നീ നിന്നെ കൊടുത്താൽ, നിന്റെ നിലപാട് കൊടുത്താൽ നീ രക്ഷപ്പെടും. മനസ്സിലായോ? റബ്ബിന് കൊടുക്കണം. എന്നിട്ട് നീ ഓതുന്നതിനനുസരിച്ച് ചെയ്യുന്നതിനനുസരിച്ച് കൂലി കിട്ടും. റബ്ബിന് നീ നിന്റെ നിലപാട് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരിക്കലും അല്ലാഹു സ്വീകരിക്കൂല. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. വളരെ ചിന്തിക്ക്. ഖവാരിജ് എന്ന കൂട്ടരിൽ നിന്ന് പുണ്യ റസൂൽ പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു മിൻഹും സർഫൻ വലാ അദ്ലാ. ഒന്നും അല്ലാഹു സ്വീകരിക്കൂല ഖവാരിജിൽ. റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖവാരിജ് എന്ന കൂട്ടരില്ല. റസൂൽ വഫാത്തായി പോയിട്ട് 1-ാം ഖലീഫ വഫാത്തായി പോയിട്ട് 2-ാം ഖലീഫ വഫാത്തായി 3-ാം ഖലീഫ വഫാത്തായതോടുകൂടെ പൊട്ടിപ്പുറപ്പെട്ട സംഘമാണ് ഏത്? ഖവാരിജ്. റസൂലുള്ളാഹിന്റെ കാലത്ത് എന്തില്ല? പക്ഷേ ഈ ഖവാരിജ് എന്ന കൂട്ടരെ പറ്റി ഹബീബായ റസൂലുള്ളാഹി നേരത്തെ മുഅ്ജിസത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കൂട്ടം ഇവിടെ വരും. കിലാബു അഹ്ലിന്നാർ, അവർ നരകത്തിലെ പട്ടികളാണ്, നായ്ക്കളാണ്. നായും പട്ടിയൊക്കെ പറയും. കെൽബ് എന്ന് പറഞ്ഞാൽ കെൽബത്തി എന്നൊരു പ്രയോഗമില്ല. ചില നാട്ടിൽ നായ എന്ന് പറയലാണ് വലിയ ദേശമെങ്കിൽ അവിടെ നായ എന്നാണ് ഈ ആയത്തിന് അർത്ഥമാക്കേണ്ടത്. ഹദീസിന് ചില നാട്ടിൽ പട്ടി എന്ന് പറയലാണ്, നായക്ക് വലിയ കുഴപ്പമില്ല, പട്ടി എന്ന് പറയലാണ് ദോഷമെങ്കിൽ അവിടെ അർത്ഥമാക്കേണ്ടത് പട്ടി എന്നാണ്. ഓഹും കിലാബു അഹ്ലിന്നാർ, ഖവാരിജ് നരകത്തിലെ നായ്ക്കളാണ്, ഒരു പട്ടികളാണ്. ആര് പറഞ്ഞേ? മുഹമ്മദ് മുസ്തഫ. നായ്ക്കൾ എന്ന് പറയാൻ പറ്റുമോ? നായിനെ പിന്നെ പൂച്ച എന്ന് പറയാൻ പറ്റും? നായല്ലേ? മനസ്സിലായ? ചിന്തിക്കണോ? മനുഷ്യന്മാരെ നായി എന്ന് പറയാൻ പറ്റിയതുകൊണ്ടല്ലേ നബി ഇങ്ങനെ പറഞ്ഞേ? പറ്റും, അങ്ങനെ പറ്റും. കലന്നല്ല, പൂത്തളെ പോലെ ഒന്നും കൂടിയല്ല പറഞ്ഞേ. നായി ഖവാരിജ് നരകത്തിലെ നായ്ക്കളാണെന്ന് മുഹമ്മദ് മുസ്തഫ. അവരാരാ? അവരാരാ? ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതി കരഞ്ഞത് ഖവാരിജ. എന്നിട്ട് നബി പറഞ്ഞു പിന്നെ നരകത്തിലെ പട്ടികളാണ്. പിന്നെ തെങ്ങ എന്റെ പള്ളിക്കാൻ പറ്റും. വളരെ ചിന്തിക്കണം. ഏതെങ്കിലും കമ്മിറ്റിന് പറയാനല്ലേ പറഞ്ഞ്? കമ്മിറ്റൊക്കെ ഇവിടുത്തെ കളിയാടാ. ഇതിന് അടിയിൽ വല്ലതും ഉണ്ടാവും നോക്കണം. ഇവിടെ ജനങ്ങൾ പറയും കാസിമി, ഞാൻ അവിടെ വന്ന് കാർ ഇറങ്ങിയാൽ നിങ്ങൾ നേരെ ഒരു 4 ഡഫൊക്കെ എടുത്തിട്ട് മുട്ടി എന്നെ അവിടെ കൊണ്ടുവന്നിരുത്തും. അത് മുങ്കർ നക്കീർ ഇരുത്തൂല. മുങ്കർ നക്കീറും ദഫടിച്ച് വരണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. വരും, എനിക്ക് കുറച്ച് പണി ഉണ്ടാവും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അത് കുറച്ച് പണി ഉണ്ടാവും, ലേശം പണി ഉണ്ടാവും. മുങ്കർ നക്കീറും ദഫടിച്ച് ആളെയും കൂട്ടി വരും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നമുക്കൊക്കെ അള്ളാഹു തആല തൗഫീക്ക് തരട്ടെ. നമ്മുടെ ഉലമാ സയ്യിദന്മാർക്ക് അള്ളാഹു തൗഫീക്ക് കൊടുത്ത് നമ്മുടെ കരളിൻ്റെ കഷ്ണമായ സയ്യിദ് ഹൈദർ ശിഹാബ് അള്ളാഹു വലിയ വലിയ ദർജ കൊടുക്കട്ടെ. വലിയ ദർജ അള്ളാഹു തആല കൊടുക്കട്ടെ. സ്വീകരിക്കണമെങ്കിൽ പണി ഉണ്ടാവും. നിലപാട് പ്രശ്നമാണ്. ഇവിടുത്തെ നേരെ പൂക്കുട്ടി ചീക്കുട്ടിനെ നോക്കണ്ട. ഇവിടുത്തെ ഏതെങ്കിലും പൂക്കുട്ടി ചീക്കുട്ടി എന്ത് പറയുന്നു അല്ല, പടച്ചതമ്പുരാൻ എന്ത് പറഞ്ഞു നോക്കണം. നിലപാടുണ്ട് നോക്കണം. വളരെ ചിന്തിക്കണം.
നിന്റെ നിസ്കാരം കൊണ്ട് ജനങ്ങളെ വഞ്ചിക്കണ്ട, നിന്റെ ഒത്തുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കണ്ട, അതുകൊണ്ടൊന്നും ജനങ്ങളെ വഞ്ചിക്കേണ്ട. എന്റെ കാനു അക്സറന്നാസി ബുകാഅൻ മിൻ ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആനോട് ഏറ്റവും കരഞ്ഞത് ഖവാരിജാണ്. ലാ യഖ്ബലുല്ലാഹു മിൻഹും സർഫൻ വലാ അദ്ല, അവർ എന്ത് ചെയ്താലും അല്ലാഹു സ്വീകരിക്കൂല. മുത്തു മുഹമ്മദ് മുസ്തഫ അവരെന്ത് ചെയ്താലും അല്ലാഹു തആല പറയണ എന്താ നോക്കിയിരിക്കണേ, അവരെന്ത് ചെയ്താലും അല്ലാഹു തആല സ്വീകരിക്കൂല. അവരെ പണി എന്തായിരുന്നു? ഇബാദത്ത്. കാനു അക്സറന്നാസി ബുകാഅൻ മിൻ ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആനോട് കരയ, നിസ്കരിക്കുക. വലിയ താടി, വലിയ കോലങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? എല്ലാം ഉണ്ടായിരുന്നു. എന്തില്ല? ഇവിടെ ആരില്ല, ഇവിടെ റബ്ബില്ല, ഇവിടെ റബ്ബില്ല. ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു. എത്ര കിതാബിലുണ്ട് ഈ ചരിത്രം? ഖുർആനോട് ഏറ്റവും കരഞ്ഞത് ഖവാരിജ. കരിയന്നെ കരിയന്നെ. പക്ഷേ അമ്മയാ എന്റെ ഹൃദയം ദുനിയാവിൽ മൂടിപ്പോയി. അവരൊക്കെ ഓത്തും കരച്ചിലൊക്കെ ചെയ്തത് എന്തിനു വേണ്ടിയാണ്? അവർ ലക്ഷ്യം ഉള്ളിന്റെ ഉള്ളിൽ എന്താണ്? ദുനിയാവ്. അവർ റൂഹിനെ മൂടിയത് ദുനിയാവിന്റെ പുകയാ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അവർ ആക്കലിനെ മൂടിയത് ദുനിയാവാ. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. പുറം അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കല്ലേ, കക്കൂസിനുള്ളൊരു രീതി നീ എടുക്കല്ലേ. അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കല്ലേ, കക്കൂസിനുള്ളൊരു രീതി നീ എടുക്കല്ലേ. ഒരു കാര്യം, ഒരു നേര് പറയുമ്പോൾ ആ നേരിൽ അല്ലാഹുവിന്റെ ദീനിന് ആ നേര് കൊണ്ട് എന്ത് നേട്ടം എന്നാണ് ചിന്തിക്കേണ്ടത്. അല്ല ലീഗിന് എന്ത് നേട്ടം, കോൺഗ്രസിന് എന്ത് നേട്ടം, കമ്മ്യൂണിസ്റ്റിന് എന്ത് നേട്ടം, ഇതല്ല വിഷയം. ലീഗ് ദീനും ഒന്നാണെങ്കിൽ അൽഹംദുലില്ലാഹ് ദീൻ നേടിയാൽ ലീഗും നേടും, കോൺഗ്രസും ദീനും ഒന്നാണെങ്കിൽ നേടും. ഈ കമ്മ്യൂണിസ്റ്റും ദീനും കൂടി ഒന്നാകാൻ പറ്റിയൊരു കാലം ഇനി പിന്നീട് ഒരു അലകും കൂടിയൊക്കെ മാറ്റി ഉണ്ടാകുകയാണെങ്കിൽ ദീന നന്നായാൽ ഓലും ഉണ്ടാവും. ഇപ്പൊ ഒപ്പിക്കണ്ട, ദീനം ഒപ്പിക്കണ്ടുള്ളൂ. വളരെ ചിന്തിക്കണം. അത് ലീഗിന് നേട്ടാവൂലേ, അത് കോൺഗ്രസിന് നേട്ടല്ലേ, അത് കമ്മ്യൂണിസ്റ്റ് നേട്ടല്ലേ? ഇത് നോക്കണ്ടയില്ല. ഇതെന്തോ ഇവരാരും നമ്മളൊപ്പം ഉണ്ടാവില്ല, ഇവരാരും ഉണ്ടാവില്ല. ഇവരവസാനത്തെ ഇതും ക്ലിയറാക്കി പൂഞ്ഞ പോലെ ആക്കിയിട്ട് നമ്മളെ കബറൊക്കെ പൂഞ്ഞ പോലെ ആക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് യാ അല്ലാഹ് മഅസ്സലാം ഒരു പിന്നെ ഒരു വരില്ല, പിന്നെ ഒരുണ്ടാവില്ല. പിന്നെ നമ്മളെ അടിയന്തരത്തിന് നല്ല പോത്തറുക്കുകയും അവര് സുന്നികൾ ആണെന്ന് വരുത്തി തീർക്കൽ അവർക്ക് ആവശ്യമാവുകയും ചെയ്താൽ അവർ സുന്നിയായിക്കൊള്ളില്ല. ഞങ്ങൾ സുന്നികളായാലേ നമുക്ക് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടൂ എന്ന് അവർക്ക് ഉള്ള വിവരമുണ്ടെങ്കിൽ അവർ വരും, അടിയന്തരത്തിന് വരും. ഒരേത് വഹാബിയാണെങ്കിലും വരും, അടിയന്തരത്തിന് വരും. അടുത്ത തെരഞ്ഞെടുപ്പിലാണ് നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. സ്വകാര്യതയിൽ പറയുമ്പോൾ വലിയ ഖുറാഫിയും, പ്രത്യക്ഷത്തിൽ പറയും നികത്താനാകാത്തവിടെ നിങ്ങൾ ഞെട്ടിപ്പോയി. അതിനൊന്നും കഥല്ല, അതിനൊന്നും വഞ്ചിതരാകണ്ട. ഇവരാരും നിങ്ങളൊക്കെ മുഖം കണ്ടിട്ട് ഞാൻ എന്തോ തെറ്റ് ചെയ്ത മാതിരി ഉണ്ട്. ഞാൻ തെറ്റ് ചെയ്തെന്ന് വിട്ടിയാൽ ഞാൻ എനിക്ക് ഇവര് വാപ്പാനും കണക്കില്ല. എനിക്ക് എൻ്റെ റബ്ബിനല്ലേ, എൻ്റെ റബ്ബല്ലേ ഹിസാബ് എടുക്കുന്നത്, അവനല്ലേ എൻ്റെ മുഹാസിബ്, അവനല്ലേ ഞാൻ കണക്കാക്കേണ്ടത്, അവനല്ലേ അനുസരിച്ചല്ലേ ഞാൻ പറയേണ്ടത്. ജനം ഇന്ന് വഞ്ചിതരാണ്. എന്തുകൊണ്ട്? ജനം ഈ പുറംപൂച്ചിൽ വഞ്ചിതരാണ്, വഞ്ചിതരാണ്. വമൻ കാന ഫീ ഹാദിഹി അഅ്മാ ഫഹുവ ഫിൽ ആഖിറതി അഅ്മാ വഅളല്ലു സബീലാ. ഇവിടെ അന്ധത ബാധിച്ചവൻ അവിടെയും അന്ധനായിരിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവന് സിറാത്ത് പാലം വിട്ടടക്കാൻ കഴിയില്ല, അവന് കണ്ണിന് മൂർച്ചയില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആമീൻ. ഓർക്കെ പറയാനായി. ലീഗിന് കോൺഗ്രസിന് തടിപ്പിക്കാനല്ലടാ കണക്കുണ്ട്, പടച്ചമ്പുരാന്റെ ദീനിനെയാണ്. ദീനും അത്ത ഓൽക്കും നല്ലത്. ദീനത്തില്ലെങ്കിൽ ഓലെന്ത് കണക്കാക്കണം? ഓലാര് ഇവിടെ ആരെങ്കിലും അന്ധനായാൽ അവിടെയും അന്ധനായിരിക്കും. അപ്പോൾ സിറാത്ത് പാലം കിടക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ആഖിറത്തിൽ അവൻ ആരാണ്? പറയങ്ങായി ആഖിറത്തിൽ ആരാണ്? അന്ധനാണ്. സിറാത്ത് പാലം നോക്കാൻ കഴിയില്ല, കണ്ണിന് മൂർച്ചല്ല. അല്ലാഹു കാക്കട്ടെ. ഉറക്കെ പറ, കണ്ണിന് മൂർച്ചല്ല. അവൻ എവിടെയാണ് ഒന്നൂർ കൗസർ എന്ന് അറിയില്ല.
എവിടെ മുത്തനബി എന്ന് അറിയില്ല, എവിടെയാണ് മക്കൾ അറിയില്ല, എവിടെയാണ് അർശിന്റെ തണലിന് അറിയൂല. എന്തുകൊണ്ട്? അവന് കണ്ണെന്ന് ഇല്ല. ഇനി ഒരു അർത്ഥമൊന്നുമല്ല, ഒരുപാട് അർത്ഥമുണ്ട്. ഒരു ചെറിയ അർത്ഥം അപ്പൊ പറഞ്ഞു, ഇതൊന്നുമല്ല ഇതിന്റെ അർത്ഥം, ഇനിയുണ്ട്. അവിടെ അല്ലയുടെ കുട്ടി, അവിടെ അല്ലേ? കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ജീവിച്ചിരുന്ന പുണ്യപ്പൂമാൻ ഇപ്പോൾ ഈ ക്ലാസ് നടക്കുമ്പോൾ ഭൂമിക്ക് മുകളിലില്ല. ഉറപ്പല്ലേ? പറയ്. കേരളത്തിന്റെ പുണ്യപ്പൂമാൻ ഈ ക്ലാസ് നടത്തുമ്പോൾ ഇവിടെ ഒരു സ്ഥലത്തുണ്ട്, ഉണ്ടല്ലോ. പാണക്കാട് നിന്ന ആളാണ് ഈ ക്ലാസ്സിലുണ്ട്, എവിടെയുണ്ട്. ഇപ്പോൾ ഇല്ല, ഭൂമിക്ക് മുകളിലില്ല. ഭൂമിക്ക് മുകളിലായ ബഹുമാനപ്പെട്ടവർ ഭൂമിക്ക് മുകളിലായ സമയത്ത് എത്രയോ ആളുകൾ അദ്ദേഹം ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി ഡഫടിച്ച് നടന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ അതുകൊണ്ട് ഉപകാരമില്ല. ഇപ്പോൾ ഉപകാരം അവർ സൂക്ഷിച്ച ദീനാണ്, അവർ പുലർത്തിയ നീതിയാണ്, അവർ ചെയ്ത റഹ്മത്താണ്. അല്ലേ? ആണോ? അല്ലേ? പറയടോ, അല്ലേ? നമ്മൾ പോകുന്നില്ലേ? കഴിഞ്ഞില്ലേ? ഇനി ഏതെങ്കിലും ഒരു മൂല്യത്തി അവിടെ 40 ഓടും. നമ്മൾ സുന്നിയാള് ഉള്ളിലും പുറത്തും സുന്നിയാണെങ്കിൽ ഹൃദയത്തിൽ വറക്കും. പുറത്ത് മാത്രം സുന്നി, ഉള്ളിൽ സുന്നി അല്ലെങ്കിൽ പകുതി ഇങ്ങോട്ടും പകുതി അങ്ങോട്ടും ഒക്കെ അയാണ്ട് അതുകൊണ്ട് കാര്യമല്ല. ഇത് ചിന്തിക്ക്. ആരാണെങ്കിലും അവന്റെ നീതി അവൻ അള്ളാഹ്ക്ക് വേണ്ടി അവന്റെ തലയിൽ റബ്ബേ ഉള്ളൂ എങ്കിൽ പേടിക്കണ്ട. പേടിക്കണ്ട. ഒരാൾ മരിച്ചപ്പോൾ കോടിക്കണക്കായ ആൾ മയ്യത്ത് നിസ്കരിച്ചു, നല്ലതാണ്. നിസ്കരിച്ചില്ല, ഷഹീദിനെ ആരാ നിസ്കരിക്കുക? അല്ലാഹ് ഷഹീദിനെ നരകത്തിലിടുവോ? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചങ്ങായിമാര്, നമ്മൾ മരിച്ചാലും ഓലൊക്കെ നിസ്കരിക്കണ്ട അല്ലേ? അപ്പൊ തൽക്കാലം ഞിപ്പാണ്, ഓർക്കെതിരായി ഒന്നും പറയണ്ട. ഈ ജാതി ദുനിയാവിന്റെ പള്ളയപ്പന്മാർ കുറെ ആളുകൾ മയ്യത്ത് നിസ്കരിച്ചിട്ട് എന്താ കാര്യം? ഇനിയൊരാ കാര്യം മയ്യത്ത് നിസ്കരിച്ചില്ല, അയക്കെന്താ നഷ്ടം? ഷഹീദിനാരും മയ്യത്ത് നിസ്കരിച്ചില്ല, നിസ്കരിക്കോ? ഷഹീദിന് മയ്യത്ത് നിസ്കരിക്കോ? പറ. ഷഹീദ് മയ്യത്ത് നിസ്കരിക്കോ? ഇല്ല. അപ്പൊ ഷഹീദിന് എന്തും കിട്ടിയില്ല, മയ്യത്ത് നിസ്കാരവും കിട്ടിയില്ല. ഖബറിലെത്തുമ്പോൾ അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് നമ്മളെ പോലത്തെ കുറെ ആളുകൾ പറയാത്തതുകൊണ്ട് മലക്കൾ തല്ലുവോ? കുറച്ച് ആളുകൾ മയ്യത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് ഇവനൊന്നും വിടയിരുന്നു. പക്ഷേ ഒരാൾ മയ്യത്ത് പോലും നിസ്കരിച്ചില്ല, കൊടുക്കും തല്ലിയെന്ന് നക്കീർ മുങ്കറിനോടും നിങ്ങൾ മേലെ നടിച്ചോളും, ഞാൻ താഴെ നടിക്കാം, നിങ്ങൾ തലക്കിൻ്റെ തൊട്ടിക്കടിച്ചാളി, ഞാനിവിടെ കാലിൻ്റെ വെള്ളം കൊടുക്കാം എന്ന് ഷഹീദിനെ നോക്കി മുങ്കർ നക്കീർ പറയോ? മുങ്കർ നക്കീർ സല്യൂട്ട് അടിക്കാനല്ലേ വരുന്നത്? ഇതാരാ? ഷഹീദല്ലേ? നിസ്കരിക്കണം എന്നും പറഞ്ഞതിന് അർത്ഥമല്ല, നിസ്കരിക്കണ്ടെന്ന് ഓർത്തല്ല. മൂമിനിങ്ങൾ നിസ്കരിച്ചാൽ നേട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് മൂമിനിങ്ങൾ നിസ്കരിക്കണം തൗഫീഖ് ഒരാൾക്കുണ്ടാണെങ്കിൽ ഇവൻ ആരാകണം? പറയുങ്ങായി ഇവൻ മൂമിനാണ്. തല അള്ളാഹ്ക്ക് കൊടുത്തോട് നിസ്കരിക്കണമെങ്കിൽ ഇവന്റെ തല ആർക്ക് കൊടുക്കണം? അള്ളാഹ് കൊടുക്കണം. വഞ്ചിതരാകണ്ട. എന്തിന്? ഇതൊക്കെ ചിന്തിക്കും മനുഷ്യന്മാരെ. നിലപാട് റെഡിയാക്കി വെക്കണം. നിലപാട് അല്ലാഹ്, നിലപാട് റബ്ബ്, നിലപാട് റബ്ബാക്കണം. നിലപാട് റബ്ബാക്കണം. നിലപാട് എന്താണ് നിലപാട്? വളരെ ചിന്തിക്കണം. നിലപാട് റബ്ബാക്കണം. ഇന്നിപ്പോ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച മിമ്പറിൽ കയറും കേരളത്തിലെ വഹാബി മൗലവിമാർ, എല്ലാ വഹാബി മൗലവിമാരെ പോലെ തന്നെ. ആ മിമ്പറിൽ വെച്ച് യഥാർത്ഥ അഖീദയല്ലാത്തതും യഥാർത്ഥ ദീനല്ലാത്തതും മിമ്പറിൽ വെച്ച് അവർ പറയും. അത് സാധാരണക്കാരായ ജനങ്ങൾ കേട്ട് വിശ്വസിക്കും. ഒരു പണി എന്താ? മിമ്പറിൽ കയറി കുത്തുപോടുക. ഈ സദസ്സിലെടുത്തിരിക്കുന്നുണ്ട് പോന് പണി എന്താണെന്നറിയോ? നേരം വെളുത്താല് ഉള്ളിയും തക്കാളിയും ചെമ്പിലിട്ടിട്ട് വാട്ട് എന്നിട്ട് ചോറുണ്ടാക്കുക. അങ്ങനത്തെ ഒരാൾ ഈ സദസ്സിലുണ്ട്. മനസ്സിലായോ? ചിന്തിക്ക്. ജനങ്ങളെ മുന്നിൽ ഏറ്റവും വലിയ മഹാനാരാ? മിമ്പർ കയറുന്നോൻ മിമ്പർ അറിയാം. ജനങ്ങൾ കൈതയല്ലേ? ജനങ്ങൾ കൈതയാക്കണം നീർച്ചയാക്കിയിട്ടാണ് ഭൂമിയിൽ വന്നിട്ടുള്ളത്. മിമ്പർ അറിയാം. അവരേതായാലും പഴച്ചവര് ഈ കോടിക്കണക്കായ മനുഷ്യരെയും അവര് വെപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ തല ഇബ്ലീസിന്റെ അടുത്താണ്, അള്ളാഹിന്റെ അടുത്തല്ല. അള്ളാഹു തല കാത്തിരക്ഷിക്കട്ടെ. ഇബ്ലീസിനെ തല കൊടുത്ത് ഹക്കായ അഖീദയെ നിഷേധിച്ചു, യഥാർത്ഥ മാർഗത്തെ നിഷേധിച്ചു. അതേ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരുത്തനുണ്ട് അവനെ നിർച്ചുണ്ട്, എന്ത് കൃത്രിമമായ സാധനം ഉപയോഗിച്ച് ഞാൻ ചോറ് നന്നാക്കൂല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അജിനമോട്ടോടുള്ള സ്ഥലക്കാലം വരട്ടിട്ടില്ല. ഞാൻ സ്വലാത്തില്ല, ആയത്തോടും ചോറ് വീണ് വരെ ഞാൻ ആയത്തോടും, ഞാൻ ഖുർആനോടും.
എന്നും എന്നോട് ഇവിടെ ഈ സസിലുണ്ട്. ഞാൻ ചോറിന് രുചി കിട്ടാൻ വേണ്ടി അജിനമോട്ട ഇടുകയില്ല. അനവധി കൊല്ലങ്ങളായി എന്റെ വിദ്യാർത്ഥിയാ. നിങ്ങൾ പലോട്ട് പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് ഞാൻ അജിനമോട്ട ഇടൂല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ബിസ്മില്ലാ അള്ളാഹുവിൽ തവക്കുലാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആയിരക്കണക്കായ ആളുകൾക്ക് വയ്ക്കേണ്ട ചോറാണെങ്കിലും ഞാൻ എമ്മണ്ട് കൊടുക്കും, അള്ളാഹുവിൽ തവക്കുലാക്കും. കഴിയുന്നവരെ സ്വലാത്തും ദിക്റും ചൊല്ലിക്കൊണ്ടേയിരിക്കും. ഭംഗിയായി ചോറ് വരും. അജിനമോട്ട ഇല്ല. മനസ്സിലായോ? നമുക്ക് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇവന്റെ തല ഇവന് പണിയണ്ട. ഇവന് പണിയണ്ട ചോറ് വെക്കുക. ഇവനെ കണ്ടാല് ഇവന്റെ ചോറിന്റെ തീയും വേവും. ഈ കണ്ടാല് ഭരതൻ പറയും പഠിച്ചവനെ എന്ത് പണിയായാലും അങ്ങനെ ആക്കല്ലേ. മറ്റേ മൗലവി മെമ്പർമ കയറി വയലോറിനെ കേട്ടാൽ ജനങ്ങൾ എന്താ പറയും? പഠിച്ചവനെ എന്റെ കുട്ടിനെ അങ്ങനെ ആക്കണേ. അതാണല്ല യസാലു നഹിമാരിയും ജനങ്ങൾ ഖിയാമത്ത് നാൾ വരെ കഴിഞ്ഞിരിക്കും. എടാ ആ മിമ്പറിൽ ഇരിക്കുന്നവനേക്കാൾ നല്ലത് പറങ്ങായി ഈശോ വെക്കണമല്ലോ. ഒരു നീയത്തുണ്ടല്ലോ, എൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ പാടില്ല. അജുനമോട്ടോ ആരോഗ്യത്തിന് ഗുണകരമല്ല എന്നും അതൊരു മോശപ്പെട്ട സാധനമാണെന്നും പരക്കെ അറിയപ്പെട്ടൊരു കാര്യമാണ്. അപ്പൊ അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്ത സാധനം ജനങ്ങളെ വഞ്ചിച്ചിട്ട് കൊടുക്കണ്ട. സാധാരണ ഉള്ളിയും തക്കാളിയും നെയ്യും മറ്റും കൊടുത്താൽ മതി. എന്നിട്ട് ബാക്കി ആരിൽ തവക്കുലാക്കുക? അള്ളാഹു തവക്കും. അവന് ഖുർആൻ ആയത്തിന് അർത്ഥം അറിയില്ല, പക്ഷെ ഖുർആൻ ആയത്താണ് ചെയ്യുന്നത്. അവന് ഹദീസിന് അർത്ഥം അറിയില്ല, പക്ഷെ അവൻ ഹദീസാണ് ചെയ്യുന്നത്. മറ്റേ ആൾക്കോ അർത്ഥം അറിയും, പക്ഷെ ഖുർആനല്ല ചെയ്യുന്നത്. നിന്റെ കൂടെ ഉണ്ടോ? മിമ്പർമ കയറി ജനങ്ങളെ ചതിക്കുന്ന ഈ കള്ളൻ വഹാബി, വെള്ളിയാഴ്ച ഖുത്ബ ഓടുന്ന ഈ കള്ളൻ വഹാബി ഓടുന്നത് ഖുർആനാണ്, പക്ഷെ ഖൽബിൽ ഖുർആൻ ഇല്ല, തലയിൽ ഖുർആൻ ഇല്ല. ജനങ്ങളെ അയാൾ പേച്ചു, ജനങ്ങളെ പേപ്പിച്ചു. ഇവനും പേച്ചിട്ടില്ല, ജനങ്ങളെ പേപ്പിക്കണില്ല എന്ന് മാത്രല്ല ഇവന്റെ ചോറുകൊണ്ട് കേടുണ്ടാവില്ല. എന്തേ? അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്തൊന്നും അതിൽ ഇട്ടിട്ടില്ല. അതല്ലേ പണി? എന്നടാ നന്മ. അപ്പൊ നിങ്ങൾ ദ്വാർപ്പിക്കുകയാണെങ്കിൽ നല്ല ഓനോട് ദ്വാർപ്പിക്കണല്ലേ? ഓനല്ലേ ദ്വാർക്കാനല്ലേ? അള്ളാഹിൽ കള്ളത്തരം കാട്ടുന്നില്ല. ബാങ്ക് കൊടുത്താൽ ജമാഅത്തിന് പോകുന്ന ഒരു കൂലിപ്പണിക്കാരനെ എനിക്കറിയും. ബാങ്ക് കൊടുത്താൽ ജമാഅത്തിന് പോകും. കൂലിപ്പണിക്ക് വിളിച്ചാൽ പറയും പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ബാങ്ക് കൊടുത്ത പോകും. ഇനി വേറെ ആരെയും വിളിച്ചോ, അല്ല നിങ്ങൾ വന്നാൽ മതി, ഞാൻ ബാങ്ക് കൊടുത്ത പോകും. ആയിക്കോട്ടെ. ബാങ്ക് കൊടുത്താൽ കൈക്കോട്ടോടെ വെക്കും. ഞാൻ മാറ്റി പോകും. മാറ്റി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊക്കും. ഊറിന് പോകാൻ ശ്രമം. വൈകുന്നേരം കൂലി കൊടുക്കുമ്പോൾ 50 രൂപ തിരിച്ചു കൊടുക്കും. എന്ത്? അതെ ഞാൻ 2 ജമാഅത്തിന് വെച്ചിട്ടുണ്ട്. അല്ല നിങ്ങളെ വെച്ചോളി. അതല്ല, അത് പറ്റില്ല. അതിന്റെ കൂലി ചെല്ലുണ്ട് വേറെ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. ബാങ്ക് കൊടുത്താൽ ജമാഅത്തിനോ, ബാങ്ക് കൊടുത്താൽ ജമാഅത്തിനോ പറയും ചെയ്യും. ഞാൻ കൂലിപ്പണിക്ക് വിളിച്ചാൽ പറയും ഞാൻ ജമാഅത്തിനോ. മനസ്സിലായോ? തന്നെ. അപ്പൊ അയാളെ ഗുണം നോക്കി നിങ്ങൾ. അയാളെ കൽബിൽ ആരുണ്ട്? നിങ്ങളെ പണി മിമ്പർമ കയറിയപ്പോൾ കയറിയവന്റെ കൽബിൽ ആരില്ല? പറയേ ദുനിയാവാണ്, കൽബിൽ ആരില്ല, അല്ലാഹുവില്ല. ജനങ്ങളെ പേപ്പിക്കാൻ മതി. അർത്ഥം കഴിഞ്ഞിട്ടില്ല, അന്യം പറയും. വളരെ ചിന്തിക്കും മനുഷ്യന്മാരെ. ഈ ദുനിയാവിലെ നിലപാടുകളിൽ ഒരുത്തൻ അന്ധനാണെങ്കിൽ പരലോകത്തും അവൻ അന്ധനായിരിക്കും. അവന്റെ മാർഗം ഏറെ പിഴച്ചതായിരിക്കും. ദുനിയാവിന്റെ തലയെക്കെട്ട് കൊണ്ടോ ബാല് കൊണ്ടോ തോളിടുന്ന കളർ കൊണ്ടോ നിങ്ങൾ വഞ്ചിതരാകേണ്ട മനുഷ്യന്മാരെ. അതേ സമയത്ത് സ്വാലിഹ്യങ്ങൾക്ക് അതുണ്ടാവുകയും ചെയ്യും. അതിനെ നിന്ദിക്കുകയും വേണ്ട. എന്നാൽ വഞ്ചിതരാകണ്ട. അയാളെ നിലപാടാണ് നാം മനസ്സിലാക്കേണ്ടത് ഏത് വിഷയത്തിൽ? അല്ലാഹുവിന്റെ കാര്യത്തിൽ. മനസ്സിലായില്ലേ? ഇവിടെയാണ് വിഷയം. ഇവിടെയാണ് വിഷയം. ദുനിയാവാണ്. ഇതിനൊക്കെ എത്ര അർത്ഥമുണ്ട്? വളരെ നീളം ജിദ്ദയിലെ മരുഭൂമിയിൽ കള്ളാശുകൾക്കും തന്നെ പുറത്തു പറയണ്ട. ജിദ്ദ, ഖസീം, അല്ലസ പോലത്തെ അബഹ പോലത്തെ ഏരിയകളിലൊക്കെ നേരെ ചാരായം കാശുന്ന കുറച്ച് അറബികളുണ്ട് എന്ന് കേൾക്കണു. ഉണ്ട് എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് നോട്ടീസ് ഇറങ്ങും, കാസിമി അച്ചാരായക്കാരെ കൂടെ കൂടിയവനാണ്. മനസ്സിലായില്ലേ? അങ്ങോട്ട് ഉള്ളിൽ ഇറങ്ങി പോയാണ്ടോ അല്ലസ ഒക്കെ അവിടെയൊക്കെ ഉണ്ട്. സർക്കാരിനും എതിരാണ്, ജനങ്ങൾക്കും എതിരാണ് ചാരായം കാച്ചൽ. അങ്ങനെ ചാരായം കാച്ചുന്ന അറബികളുണ്ട്. ഓല കുപ്പായോ പറയടാ, നിളം കുപ്പായാണ്. ഓലും സദാ സമയവും
തല മറക്കും. കള്ള് കാശുമ്പോഴും എന്ത് മറക്കും? തലയിലുണ്ടാവും. തലയിൽ മറക്കാതെ കള്ളൂല. എൻ്റെ മദ്രസയിലെ 10ാം ക്ലാസ് പഠിപ്പിക്കുന്ന മാലിമിന് പോലും ഇല്ലാത്ത വേഷമാണ് എടുക്കുന്നത്. മലമണി എന്താ കള്ളു തല മറക്കാതെ ഒരു കള്ളു. ചിന്തിച്ചോ, ഇത് ആർക്കും കൊടുക്കണ്ട, ഇത് കൊടുക്കണ്ട. ഇത് പടച്ചവന് കൊടുത്താൽ പടച്ചവൻ നമ്മളെ സ്വീകരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇലാ ഹദറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ.